വെൽക്കം ടു മെഡ് ഹെഡ് അപ്പ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ എന്തൊക്കെയാണ്. ബേസിക്കലി കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതെല്ലാവർക്കും അറിയുന്ന എളുപ്പമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ കുറച്ചും കൂടെ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഈസ് കണ്ടക്ഷൻ ആണ്. കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഒരു കമ്പീൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നമുക്ക് ചൂട് ലഭിക്കുന്നു. ഇത് തന്നെയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഫ്ലോ മെറ്റീരിയൽസിൽ കൂടെ നടക്കുന്നു, പക്ഷെ അവിടെ ഒബ്സേർബിൾ മോഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഒബ്സേർബിൾ മോഷൻ ഓഫ് മാറ്റർ ഉണ്ടായിരിക്കില്ല. നമ്മൾ ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതായിട്ടോ, ഇലക്ട്രോൺസ് മാത്രമല്ല അത് വിട്ടേക്കൂ, അല്ലാന്നുണ്ടെങ്കിൽ മോളിക്യൂൾസിന്റെ മൂവ്മെന്റോ അല്ലെങ്കിൽ കമ്പിയിലുള്ള മെറ്റീരിയലിന്റെ മൂവ്മെന്റ് നടക്കാറുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ സോൾട്ടിനകത്ത് അൺബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസുകൾ മൂവ് ചെയ്യാറുണ്ട്. നമുക്ക് ഒബ്സേർബിൾ ആയിട്ടുള്ള മോഷൻ ഉണ്ടാകില്ല, പക്ഷെ ഇൻസൈഡ് എന്ത് ചെയ്യാറുണ്ട്? ഇലക്ട്രോൺസ് അൺബൗണ്ട് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ലിക്വിഡും ഗ്യാസും ആണെങ്കിൽ റാൻഡം മോഷൻ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. ലിക്വിഡും ഗ്യാസ് ആണെങ്കിൽ മോളിക്യൂൾസ് ഉള്ളത് കൊണ്ട് തന്നെ മോളിക്യൂൾസ് പാസ്സായിട്ടാണ് എന്ത് നടക്കുന്നത്? കണ്ടക്ഷൻ നടക്കുന്നത്. എന്നാൽ നമ്മുടെ സോളിഡ്സിൽ അങ്ങനെയല്ല, അൺബൗണ്ട് ഇലക്ട്രോൺസ് കാരണമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പി ചൂടാക്കുന്ന പരിപാടി തന്നെയാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് കൺവെക്ഷൻ ആണ്. സോ കൺവെക്ഷൻ മൂവ്മെന്റ് ഓഫ് ദ ഫ്ലൂയിഡ് ആണ് നമ്മൾ വെച്ചിട്ടാണ് എപ്പോഴും പറയുന്നത്. ഫ്ലൂയിഡുമായിട്ട് വെച്ച് നമുക്ക് പറയാൻ പറ്റും. സോ ഡെൻസിറ്റി വേരിയേഷൻ അനുസരിച്ചിട്ടുള്ള ടെമ്പറേച്ചർ മൂവ്മെന്റിനെയാണ് നമ്മളിവിടെ പറയുക കൺവെക്ഷൻ എന്ന് പറയുക കേട്ടോ. സോ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഒരു സാധനം ഉണ്ട്. അതായത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് വെച്ചുകൊണ്ട് കൺവെക്ഷനെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നു. ലൈക്ക് ഫാൻ, പമ്പൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ കൺവെക്ഷൻ ചെയ്ത് നമ്മൾ എന്താണ് മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് വെച്ച് നമ്മളെപ്പോഴും പറയുന്നത് ബേസിക്കലി മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് തന്നെയാണ്, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് നമുക്ക് അതിൽ എന്താണോ അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ മോഷൻ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് റേഡിയേഷൻ ആണ്. സോ നമുക്ക് സൂര്യനാണ് നമ്മുടെ എളുപ്പം എക്സാമ്പിൾ പറയാൻ പറ്റും. സൂര്യൻ എങ്ങനെയാണ് നമുക്ക് സ്പേസിലൂടെ വീക്കത്തിലൂടെ വരുന്നത്? അത് റേഡിയേഷൻ കാരണമാണ്. സോ റേഡിയേഷൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ലൈക്ക് എമിഷൻ, അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കാരണമാണ് കേട്ടോ. എക്സാമ്പിൾ നമ്മുടെ സൂര്യൻ തന്നെയാണ്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു അബ്സോർബിൾ എനർജി വരുന്നു, അത് കൺവേർട്ട് ചെയ്ത് ഹീറ്റായി മാറുന്ന രീതിയിലാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുക കേട്ടോ. സോ വേവ് ലെങ്ത് ഒരു ഫാക്ടറാണ്. ആൻഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മുടെ ഒരു ബ്ലാക്ക് ബോഡി ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് കറുത്ത ഡ്രസ്സുകൾ ചൂട് സമയത്ത് ഇടരുതെന്ന് പറയും. എന്തുകൊണ്ടാണ്? അത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഉള്ളത് കൊണ്ടാണ്. സോ ബ്ലാക്ക് ബോഡി തിയററ്റിക്കൽ റേഡിയേഷൻ ഡിഫൈൻ ചെയ്യുന്നത് മാക്സിമം പോസിബിൾ റേറ്റ് ഓഫ് ഹീറ്റ് റേഡിയേഷൻ ഗിവൺ ടെമ്പറേച്ചർ. ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ മാക്സിമം ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള റേറ്റ് ഓഫ് ഹീറ്റ് റേഡിയേഷനാണ് നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുക കേട്ടോ. അത് എല്ലാത്തിലും ആപ്ലിക്കബിൾ അല്ല, എന്നാൽ റേഡിയേഷൻ മാത്രം ആപ്ലിക്കബിൾ ആവുന്നതിന് നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുക കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ, മൂന്നെണ്ണം ബേസിക് ഉള്ളത്. പിന്നെ ഉള്ളത് ഫോറിയേഴ്സ് ലോ ആണ്. സോ ഇത് ക്വാണ്ടിഫൈങ് കണ്ടക്ടിവിറ്റി ഹീറ്റ് ഫ്ലോനെ പറ്റി പറയുന്ന ഒരു ലോ ആണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റ് ഫ്ലോ റേറ്റ് പറയുന്നുണ്ട്. സോ ഞാൻ അതൊരു ഡെഫിനിഷനാണ് വായിച്ചെന്ന് പറയാം. ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ത്രൂ എ മെറ്റീരിയൽ, അതൊരു മെറ്റീരിയലിലൂടെ കടന്നു പോകുന്ന റേറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ പെർപെൻഡിക്കുലർ ദ ഹീറ്റ് ഫ്ലോ. അതായത് എന്താണ്? പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ, അതായത് എത്ര ഏരിയയിലൂടെയാണ് കടന്നു പോകുന്നത് അതനുസരിച്ച് റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നതായിരിക്കും പ്രൊപ്പോർഷനിലായിരിക്കും എന്നുള്ളതാണ്. ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ലെങ്ത് ഓഫ് ദി ഹീറ്റ് ഫ്ലോ പാത്ത്. സോ ഇത് അതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സോ ബേസിക്കലി പുള്ളിക്കാരൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ എത്ര ഹീറ്റ് പോകുന്നു അത്രയും പ്രൊപ്പോർഷനിലായിട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആകുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ടെമ്പറേച്ചറുമായിട്ട് ഡിഫറൻസിൽ മാറ്റം ഉണ്ടാകാം എന്നുള്ളതാണ്. ആൻഡ് ലെങ്ത് ഓഫ് ഹീറ്റ് ഫ്ലോ പാത്ത്, എത്രത്തോളം ഹീറ്റ് ഫ്ലോ പാത്ത് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. സോ റെപ്രസെൻറ്റ് ഇക്വേഷൻ dQ by dt is equal to KA dt by dL ആണ്. സോ എ എന്ന് പറയുന്നത് ഏരിയ ആണ് കേട്ടോ. ഏരിയ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. dt by dl ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആണ്. സോ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ പറയുന്നുണ്ട്. ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കുറേ നേരത്തേക്ക് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോറിയസ് ഇക്വേഷൻ വെച്ച് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പി ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചൂട് കൊടുത്തുകൊണ്ട് ഇരിക്കുവാണെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന ചൂടെന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈക്വലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും എന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഫോറിയസ് ലോ. നമ്മുടെ ഇക്വേഷൻസ് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. സോ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് എലാബറേറ്റ് എഴുതിയാലും മതി കേട്ടോ.
സോ കണ്ടക്ഷൻ സോൾഡ് ആൻഡ് ഫ്ലൂയിഡ്സ് ആണ്. സോ സോൾഡും ഫ്ലൂയിഡിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടക്ഷൻ ആണ് നമുക്ക് ബേസിക്കലി ഹീറ്റിൻ്റെ കാര്യത്തിൽ. സോ ഓൾറെഡി നമ്മൾ സോൾഡിൻ്റെ കാര്യം പറഞ്ഞു, അൺബൗണ്ട് ഇലക്ട്രോൺസ് ആണ് നമ്മൾ കണ്ടക്ഷൻ്റെ കേസിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നോൺ മെറ്റാലിക് സോൾഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മൊമെൻറ്റം ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ മോളിക്യൂൾസ്, ഓരോ മോളിക്യൂൾസിൻ്റെയും മൂവ്മെൻ്റ് ആണ് വരിക കേട്ടോ. സോൾഡ് ആണെങ്കിൽ ഇലക്ട്രോൺസും, നോൺ മെറ്റാലിക് സോൾഡും ലിക്വിഡും ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മോളിക്യൂൾസും ആയിരിക്കും വരിക എന്നുള്ളതാണ് കേട്ടോ. സോ ഫ്ലൂയിഡ് ആണെങ്കിൽ അറിയാലോ ഡിഫ്യൂഷൻ ആണ്, ഡിഫ്യൂഷൻ വഴി തന്നെയാണ് ബേസിക്കലി മോളിക്യൂൾസ് മൂവ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് കൺവെക്ഷൻ്റെ കാര്യം പറയുവാണ്, നാച്ചുറൽ കൺവെക്ഷൻ ഓൾറെഡി പറഞ്ഞു, ഡെൻസിറ്റി ആണ് ബേസ്ഡ് ആയിട്ടുള്ള, ആൻഡ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഓൾറെഡി പറഞ്ഞു. സോ റേഡിയേഷൻ ഓൾറെഡി പറഞ്ഞു, എമിഷൻ വേവ് ലെങ്ത്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ സെയിം കാര്യം പറഞ്ഞു. അതൊന്നും കൂടെ നമ്മൾ ജനറലൈസ് ചെയ്ത് ലാസ്റ്റ് ബ്രീഫ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബേസിക്കലി ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്, അധികം ഒന്നും പറയുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് എണ്ണം. താങ്ക് യു.